ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാനും അതുപോലെ തന്നെ കഴിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ജ്യൂസിങ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലൊരു പഴം മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പൂവൻപഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈസൂർ പഴമോ നേന്ത്രപ്പഴമോ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. പഴം ഒരുപാട് വേണ്ട, 1-2 മൈസൂർ പഴമാണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക, 2 ഗ്ലാസ്സിലേക്കൊക്കെ. ഇപ്പോൾ ഞാനിവിടെ ഒരു പൂവൻപഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിലേക്കാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ജാർ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ 2 സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഇതുപോലെ ബ്ലാക്ക് കസ്കസ് കുതിർത്തത് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അല്പം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത ആപ്പിളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് പൊരിയാവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊരിയാവിൽ ഇഷ്ടമില്ലാത്തവർക്ക് കോൺഫ്ലെക്സ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സിലും പൊരിയാവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അടിച്ച് വെച്ചിട്ടുള്ള ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഓരോ ചെറിയും പിന്നെ കുറച്ച് ചോക്ലേറ്റ് വെർമിസെല്ലിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്